അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ക്വസ്റ്റ്യൻ ആൻസർ. ഫിറഔന്റെ കൂട്ടക്കാരെ അല്ലാഹു ഏതുവിധമെല്ലാം പരീക്ഷിച്ചു? ആൻസർ. ഫിറഔനും കൂട്ടക്കാർക്കും ആദ്യം ദാരിദ്ര്യം കൊണ്ട് അല്ലാഹു പരീക്ഷിച്ചു. വയലുകളിലും തോട്ടങ്ങളിലും കൃഷി ചെയ്യൽ കുറഞ്ഞുപോയി. അധികം ഫലങ്ങളൊന്നും ഉണ്ടായില്ല. ഭയങ്കര കഷ്ടപ്പാടായി. അവർ മൂസാ അലൈഹിസ്സലാമോട് സങ്കടം പറയുകയും അവരുടെ കഷ്ടങ്ങൾ നീങ്ങുകയും ചെയ്തു. പക്ഷേ വീണ്ടും അവർ പഴയ സ്ഥിതിയിലേക്ക് മാറി. അതിനുശേഷം അല്ലാഹു അവരെ വെള്ളപ്പൊക്കം കൊണ്ട് പരീക്ഷിച്ചു. ഫിറഔന്റെ ആൾക്കാരുടെ വീടുകളും കൃഷികളും സ്ഥലങ്ങളും വെള്ളം കൊണ്ട് നിറഞ്ഞു. അവർക്കിരിക്കാനും ഉറങ്ങുവാനും സ്ഥലമില്ലാതായി. ഫിറഔനിൽ കൂട്ടക്കാർ മൂസാ അലൈഹിസ്സലാമിൻ്റെ അടുത്ത് സങ്കടം പറയുകയും മൂസാ അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയും അല്ലാഹു അവരെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ അവർ വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് തന്നെ മാറി. രണ്ടാമത് വെട്ടുകിളിയെക്കൊണ്ട് അല്ലാഹു അവരെ പരീക്ഷിച്ചു. വെട്ടുകിളികൾ അവരുടെ എല്ലാ കൃഷിസ്ഥലങ്ങളും തോട്ടങ്ങളും നാശമാക്കി. അടുത്തതായി പേൻ കൊണ്ട് പരീക്ഷിച്ചു. പേൻ തലയിലുള്ള പേനിനും പറയും. ധാന്യങ്ങളെ നാശം ചെയ്യുന്ന പുഴുക്കൾക്കും പ്രാണികൾക്കും പറയും. വസ്ത്രങ്ങളിലും തലയിലും പേനും ധാന്യങ്ങളിൽ പ്രാണികളും അധികമായി. നാലാമതായി തവളകളെക്കൊണ്ട് അല്ലാഹു പരീക്ഷിച്ചു. ശരീരത്തും പാത്രങ്ങളിലും ഭക്ഷണത്തിലും മറ്റു സാധനങ്ങളിലും തവളകൾ നിറഞ്ഞിരുന്നു. അഞ്ചാമതായി രക്തത്തെ കൊണ്ട് അല്ലാഹു പരീക്ഷിച്ചു. ഭക്ഷണങ്ങളും വെള്ളവും കിണറുകളും തടാകങ്ങളും രക്തമായി മാറി. ഇത് 7 ദിവസം വരെ നീണ്ടു നിന്നു. പിന്നെ ആറാമതായി വസൂരി കൊണ്ട് അല്ലാഹു പരീക്ഷിച്ചു. അതിൽ 70,000 പേർ മരിച്ചു. എത്ര പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടും ഫിറഔന്റെ കൂട്ടക്കാർ അല്ലാഹുവിനെ വിശ്വസിച്ചില്ല. മൂസാ അലൈഹിസ്സലാമിൻ്റെ ദുആ കൊണ്ട് രക്ഷപ്പെട്ടു. എന്നിട്ടും അവർ അല്ലാഹുവിനെ വിശ്വസിച്ചില്ല. അവസാനം അല്ലാഹു അവരെ റെഡ് സീ ചുവന്ന കടലിൽ മുക്കിക്കൊന്നു. അടുത്ത ക്വസ്റ്റ്യൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മനുഷ്യന് ഭംഗിയുള്ളതായി കാണിക്കപ്പെടുന്ന അല്ലെങ്കിൽ മനുഷ്യൻ ആഗ്രഹിക്കുന്ന 6 വിഷയങ്ങൾ ഖുർആനിൽ പറയുന്നു. അത് ഏതൊക്കെയാണ്? ഈ 6 വിഷയങ്ങൾ എങ്ങനെയാണ് മനുഷ്യന് അലങ്കാരമായി കാണിക്കപ്പെടുന്നത്? ഇൻഷാ അല്ലാഹ്.